ബൈക്കിൽ ABS എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ABS നിർബന്ധമാണോ? അതിനായിട്ട് നമ്മൾ കൂടുതൽ പൈസ ചെലവാക്കിയിട്ട് ഒരു ABS മോഡൽ ബൈക്ക് വാങ്ങണോ? ഇനി ഇങ്ങനെ നിങ്ങളോട് ആരും പറയില്ല. കാരണം 2026 കൂടെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇറങ്ങുന്ന എല്ലാ ബൈക്കുകൾക്കും ABS നിർബന്ധമാക്കിയിട്ടുണ്ട്. ABS അങ്ങനെ പറഞ്ഞാൽ എന്താ? ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മളൊരു 80 കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെന്ന് വിചാരിക്കുക. അതുവരെ എടുത്ത് ചാടാതിരുന്ന പട്ടി നമ്മൾ വരുമ്പോൾ മാത്രം എടുത്ത് ചാടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും. വണ്ടി സ്കിഡ് ആവുമല്ലോ? ഉറപ്പായിട്ട് സ്കിഡ് ആവും. പക്ഷേ ABS ഉള്ള വണ്ടി സ്കിഡ് ആവില്ല. കാരണം ABSന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് വർക്ക് ചെയ്യാനായിട്ട് 3 മെയിൻ കോമ്പോണൻസ് ഉണ്ട്. വീൽ സ്പീഡ് സെൻസർ, ECU, ഹൈഡ്രോളിക് മോഡുലേറ്റർ. എപ്പോഴൊക്കെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, വീൽ സ്പീഡ് സെൻസർ ECUലോട്ട് സിഗ്നൽ പാസ് ചെയ്യും. ECU ഹൈഡ്രോളിക് മോഡുലേറ്റർ വെച്ച് ബ്രേക്കിനെ ട്രിഗർ ചെയ്യും. സോ ആ ഒരു ഹൈഡ്രോളിക് മോഡുലേറ്റർ ബ്രേക്കിനെ പിടിക്കും റിലീസ് ചെയ്യും. ഇതൊക്കെ ഇതിനകത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഇതുകൊണ്ടാണ് ABSൽ ബ്രേക്ക് എടുക്കുമ്പോൾ സ്കിഡ് ആവാനുള്ള ചാൻസ് കമ്മിയാവുന്നത്. ഇങ്ങനെ നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളുടെ വണ്ടിയിലുണ്ട്. ഇപ്പൊ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്തോടെ മക്കളെ, ഞാൻ പറഞ്ഞുതരാം.